രാജ്യസഭാംഗങ്ങളായ ബിനോയ് വിശ്വം, ജോസ് കെ മാണി, ഇളമരം കരീം എന്നിവരുടെ കാലാവധിയാണ് ജൂലൈ 1-ന് അവസാനിക്കുന്നത്. 3-ൽ 2 സീറ്റിൽ LDFന് വിജയിക്കാം. ഒരു സീറ്റിൽ CPM മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അവശേഷിക്കുന്ന സീറ്റിനെ ചൊല്ലിയാണ് CPIയും കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള പോര്. തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് വിട്ടു നൽകി മുന്നണിയിൽ ചെറുതാകാൻ CPI ഒരുക്കമല്ല. പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യം പറയേണ്ട സ്ഥലത്ത് CPI പറയും. അതല്ലാതെ അതേപ്പറ്റി വലിയ ബഹളം വെച്ച് വിവാദമുണ്ടാക്കാൻ ഞങ്ങളില്ല. UDFന്റെ ഭാഗമായി 2018-ൽ ജയിച്ച രാജ്യസഭാ സീറ്റ് LDF പ്രവേശനത്തിനു പിന്നാലെ 2021 ജനുവരിയിൽ ജോസ് കെ മാണി രാജിവെച്ചിരുന്നു. നവംബറിൽ LDFന്റെ ഭാഗമായി ഇതേ സീറ്റിൽ വിജയിച്ചു. അതിനാൽ സീറ്റ് കിട്ടിയേ തീരുവെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വാദം. വ്യക്തമായ ഒരു ധാരണയുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് LDFലാണ്. LDF അതുപോലെ തന്നെ CPM അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കും. കേരള കോൺഗ്രസ് എം LDFിലേക്ക് വന്നപ്പോൾ തന്നെ ചില അസ്വാരസ്യങ്ങൾ CPIയുമായി ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ മറനീക്കി പുറത്തു വരുന്നത്. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ CPMും മുന്നണിയും എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഇനി നിർണായകം. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.